എന്റെ കുടുംബത്തിലുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സയ്യിദ് ഹാമിദ് കോയ തങ്ങളെ ആ വിഷയം ഉണർത്തുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് എന്റെ ജ്യേഷ്ഠന്റെ പേരക്കുട്ടി മകളുടെ പൊന്നുമോൻ മുഹമ്മദ് നാജി എന്ന് പറയുന്ന പൊന്നുമോന് ജന്മനാൽ ഒരു അസുഖമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഇത് പറയാൻ വേണ്ടി വന്നതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആ 10 വയസ്സ് മാത്രം പ്രായമായ ആ പൊന്നുമോന് ജന്മനാലുള്ള ഒരു അസുഖമായിരുന്നു. പുരുഷന്മാർക്കൊക്കെ രഹസ്യഭാഗം 2 വൃഷ്ണങ്ങളിൽ നിന്ന് ഒരു വൃഷ്ണം മുകളിലായിരുന്നു. തങ്ങൾ പാപ്പയും കൂടി കേൾക്കണം, മുകളിലായിരുന്നു. ചെറുപ്പത്തിലെ ഓപ്പറേഷന് വിധിക്കപ്പെട്ടായിരുന്നു. എന്നാൽ അല്പം പ്രായമാവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. പിന്നീടത് വലിയ പ്രയാസമാണെന്ന് തോന്നിയപ്പോ കഴിഞ്ഞ മാസം ഡോക്ടറെ കാണിക്കുകയാണ്. വിദഗ്ധരായിരിക്കുന്ന ഡോക്ടറെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് ഇനി ഇത് ഓപ്പറേഷൻ തന്നെ വേണം, നിർവാഹമില്ല. ഒന്ന് മുകളിൽ കയറിയിരിക്കുകയാണ്, അത് ഇറങ്ങണമെങ്കിൽ ഓപ്പറേഷൻ വേണം. കുടുംബം സങ്കടത്തിലായി. പൊന്നുമോന് ഓപ്പറേഷന് വിധേയമാകുമ്പോ ആ കുടുംബം മാനസികമായി പ്രയാസത്തിലാണ്. വരുന്നു മഹാനായ സയ്യിദ് ഹാമിദ് കോയ തങ്ങളുടെ സവിധത്തിലേക്ക് കുട്ടിയുടെ വല്യമ്മയും കുടുംബവുമായി വരികയാണ്. സങ്കടം ബോധിപ്പിക്കുകയാണ്. കുടുംബം ഇന്ന് ഈ മജ്‌ലിസിലുണ്ട്. സങ്കടം ബോധിപ്പിച്ചപ്പോ തങ്ങൾ പാപ്പ പറഞ്ഞത്, നിങ്ങൾ 2 നേരം സ്വലാത്തുൽ ഫാത്തിഹ മജ്‌ലിസിൽ പങ്കെടുക്കുക, ഒരു സംഖ്യ നേർച്ചയാക്കുക, ദുആയിൽ പങ്കെടുക്കുക എന്ന് മഹാനായ തങ്ങൾ പാപ്പ നിർദ്ദേശം കൊടുത്തപ്പോ അവിടുന്ന് അതേ പ്രകാരം ചൊല്ലി. അവിടുത്തെ കൽപ്പന മനസ്സാ വാചാ കർമ്മണ അത് പാലിച്ചു. ആഴ്ചകൾ പിന്നിട്ടും കൊണ്ട് വീണ്ടും തങ്ങൾ വീണ്ടും പോയി സ്കാനിങ് എടുത്തപ്പോ അത് അതേ പാട് തന്നെയാണ്. തങ്ങൾ പാപ്പിയോട് വീണ്ടും വന്ന് പറഞ്ഞു, ഇനി അങ്ങനെ ഓപ്പറേഷനാണ് അവർ പറയുന്നതെങ്കിൽ വിധി പോലെ നടക്കട്ടെ, ഞാനും ദുആ ചെയ്യാ, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ മുടക്കണ്ട. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വീണ്ടും കണ്ണീരോടെ കുടുംബം വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ട് 2 നേരവും ദുആ ചെയ്യുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്. വെള്ളം വെക്കുകയാണ്, മന്ത്രിക്കുകയാണ്, കുട്ടിക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. പൊന്നുമോന് ഓപ്പറേഷൻ ഇല്ലാതെ അതൊന്ന് സുഖപ്പെടണം എന്നുള്ള നിയ്യത്തോടുകൂടി ആ കുട്ടിയുടെ പൊന്നുപ്പ വിദേശത്താണ്, മാസങ്ങൾക്ക് മുമ്പാണ് പോയത്. എന്നാൽ ഇവിടെ ഓപ്പറേഷന് വരണം. വിവാഹത്തിന്റെ സമയം അടുത്ത് ഡോക്ടർ പക്കൽ നിന്ന് ഡേറ്റ് എടുത്ത് സമയത്തിന്റെ 2 ദിവസം മുമ്പ് കുട്ടിയുടെ ഉപ്പ വിദേശത്ത് നിന്ന് ആ ഓപ്പറേഷന് വേണ്ടി മാത്രം വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കേൾക്കണേ, അനുഭവസ്ഥനാണ്. എന്റെ ജ്യേഷ്ഠന്റെ പേരക്കുട്ടിയാണ്. ആ ഓപ്പറേഷന് റെഡിയായി. എല്ലാം ആ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ഒരുങ്ങിക്കൊണ്ട് അവസാനമായി ഡോക്ടർ വാക്ക്, നമുക്ക് ഒന്നും കൂടി സ്കാനിങ് ചെയ്ത് നമുക്ക് അതിലേക്ക് മടങ്ങാം, ഓപ്പറേഷന് വരാം. എല്ലാം ഹോസ്പിറ്റലില്ല, എല്ലാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ആ സ്കാനിങ് എടുത്തും കൊണ്ട് അത്ഭുതത്തോടു കൂടി അതിന്റെ റിപ്പോർട്ടുമായി കതക് തുറന്ന് ഡോക്ടർ പറയുന്ന വാക്ക്, എന്ത് പറ്റിപ്പോയി? ഓപ്പറേഷന്റെ ആവശ്യമില്ലല്ലോ, ഓപ്പറേഷന്റെ ആവശ്യമില്ലല്ലോ, ഓപ്പറേഷന്റെ ആവശ്യമില്ല. കുട്ടിയുടെ വൃഷ്ണം അത് താഴേക്ക് പൂർവസ്ഥിതിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്ത് ചികിത്സയാണ് നിങ്ങൾ തേടിയത് എന്ന് കേട്ടപ്പോ സന്തോഷത്തിന്റെ കണ്ണീരോടുകൂടി ഒരു മരുന്നിന്റെ പോലും ആവശ്യമില്ലാതെ ആ കുടുംബം വീട്ടിലേക്ക് മടങ്ങുകയാണ്. തങ്ങളോട് സന്തോഷം പങ്കുവെക്കുകയാണ്. ഇന്ന് പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ഓപ്പറേഷനിൽ നിന്ന് രക്ഷ കിട്ടിയതെങ്കിൽ അത് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ സംരംഭം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തങ്ങൾ പാപ്പാന്റെ തണലിലായി തർബിയത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ ഇവിടുത്തെ ഖിദ്മാത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദ് ഹാമിദ് കോയ തങ്ങളുടെ കരങ്ങൾക്കും നാക്കിനും അല്ലാഹു അസർ കൂട്ടി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ കുടുംബത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 ലോകത്തും അല്ലാഹു ഇസ്സത്തോടെ മുന്നേറാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.